ചിരട്ടയൊക്കെ വേഗം പെറുക്കിയെടുത്തോളൂ. നമുക്ക് കറ്റാർവാഴ അടിപൊളിയായിട്ട് ഇതിനകത്ത് പിടിപ്പിക്കാം കേട്ടോ. ചെറിയൊരു തണ്ടുണ്ടെങ്കിൽ നമുക്ക് കറ്റാർവാഴ പിടിപ്പിച്ചെടുക്കാം. അതിൻ്റെ ഒരു കുഞ്ഞു തൈ മതി കേട്ടോ, നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പം എങ്ങനെയാണെന്ന് വേഗം കാണിച്ചു തരാം. വേഗം വായോ. അപ്പോൾ ചിരട്ട എല്ലാവരുടെയും വീട്ടിൽ റെഡി ആയിരിക്കും അല്ലേ? നമ്മൾ ഇന്ന് എടുക്കേണ്ടത് ഇതേപോലെയുള്ള 3 കണ്ണുള്ള ചിരട്ടകളാണ് കേട്ടോ. അപ്പം തേങ്ങയൊക്കെ ചിരണ്ടി നമ്മൾ എന്തായാലും ഈ ചിരട്ടകൾ എന്തായാലും എല്ലാവരും കളയുമായിരിക്കും അല്ലേ? അപ്പോൾ ഈ 3 കണ്ണുള്ള ചിരട്ട എടുക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്തൂടെ വെള്ളം എളുപ്പത്തിൽ വാർന്നു പോകാൻ വേണ്ടിയാണേ. അതിനുശേഷം നമ്മൾ അല്പം കരികിലയോ അല്ലെങ്കിൽ നമ്മുടെ സവാളയുടെ തോലോ അല്ലെങ്കിൽ നമ്മുടെ ബനാന പീലോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിലോട്ടിട്ട് അല്പം മണ്ണും കൂടി ഇട്ടിട്ട് നമുക്കിങ്ങനെ ഉറപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ ഉറപ്പിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് പണ്ട് മണ്ണപ്പം ചുട്ട് കളിച്ചിട്ടൊക്കെ ഉള്ളവരെയാണെങ്കിൽ അതൊക്കെ ഓർമ്മ വരുന്നില്ലേ? പഴയൊരു നൊസ്റ്റാൾജിയ അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഉറപ്പിച്ചതിന് ശേഷം നമ്മുടെ ഒരു വിരലൊന്ന് ചെറുതായിട്ടൊന്ന് അമർത്തിയിട്ട് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ആ ഒരു ഹോളിലോട്ട് വേണം നമ്മുടെ കറ്റാർവാഴയുടെ തൈ ഇതേപോലെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇത് ഉറപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഏറ്റവും അടിയിലുള്ള കറ്റാർവാഴയുടെ ഒരു ഇതളില്ലേ, 1-2 ഇതൾ വേണമെങ്കിൽ ഒന്ന് കളഞ്ഞോളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം അടിയിലോട്ട് ഇരുന്നിട്ട് അതിന് ചീച്ചിൽ വരാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും തണ്ടിന് മേൽഭാഗത്തേക്ക്, അതായത് വേരിൻ്റെ കുറച്ച് മേൽഭാഗത്തേക്ക് മാത്രമേ മണ്ണ് നിൽക്കാവുള്ളൂ. കൂടുതലും ഭാഗത്ത് മണ്ണ് നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കറ്റാർവാഴയുടെ തൈ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും ഇത് പിടിക്കില്ല. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ 2-3 ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ഈ കാണുന്ന രീതിയിൽ നല്ല പന പോലുള്ള കറ്റാർവാഴ തൈകൾ ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഒരൊറ്റ ഒരു കറ്റാർവാഴയിൽ നിന്നാണ് ഇത്രയും തൈകൾ ഉണ്ടാക്കിയെടുത്തത്. ഈ ഒരു രീതിയിൽ നമ്മൾ ചിരട്ടയിൽ പിടിപ്പിച്ചതിന് ശേഷം മറ്റ് ഗ്രോ ബാഗിലൊക്കെ നട്ടു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ ബൈ.